പത്തനംതിട്ട മഠത്തുമൂഴി ജിതിൻ കൊലപാതകത്തിൽ എല്ലാ പ്രതികളും പിടിയിൽ. നൂറനാട്ടിൽ നിന്നാണ് മുഖ്യപ്രതി വിഷ്ണുവും 4 കൂട്ടാളികളും പിടിയിലായത്. 3 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. വാഹനത്തിൽ നിന്ന് ആയുധങ്ങളും പിടിച്ചെടുത്തു. കേസിൽ 8 പ്രതികളാണുള്ളത്. തർക്കത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്നാണ് എഫ്ഐആർ. പ്രതികൾ BJP RSS പ്രവർത്തകരെന്ന് CPIM ആരോപിച്ചു. എന്നാൽ ഈ ആരോപണം BJP നിഷേധിച്ചു. സമാധാനം ഉണ്ടാക്കുന്നതിന് സംഘർഷം ഒഴിവാക്കാൻ പെരുന്നാട് എത്തിച്ചേർന്ന ജിതിൻ ആ പ്രദേശത്തുകാരൻ തന്നെയാണ്. RSSകാർ അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, ക്രൂരമാണ്, ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണിത്. തൊഴിൽ മേഖലയിലാണെങ്കിൽ കേരളത്തിൽ അങ്ങേയറ്റം സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമോ സംഘടനമോ കേരളത്തിലെ തൊഴിൽ മേഖലയിലില്ല. അതിന് കളങ്കമുണ്ടാക്കുന്ന നിലയിലാണ് RSSകാരുടെ ഈ ഭീകരമായ ആക്രമണവും കൊലപ്പെടുത്തലും. ഈ സംഭവം അങ്ങേയറ്റം പ്രതിഷേധമാണ്. CITUവിന്റെ പ്രതിഷേധം ഈ സന്ദർഭത്തിൽ അറിയിക്കാം. ഇവർ രാഷ്ട്രീയ കൊലപാതകമായതുകൊണ്ടാണല്ലോ ഇവർ പ്ലാൻ ചെയ്ത് ഇവരുടെ കയ്യിൽ വാളും ആയുധങ്ങളും എല്ലാം ഉണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായി തന്നെ ഇവർ അവിടെ കൊലപാതകം നടത്താൻ തന്നെ വന്നതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് 36 വയസ്സുള്ള ജിതിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അയാൾക്ക് ഇത് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. അവിടെ ചെറുപ്പക്കാരനെയാണ് കൊലപ്പെടുത്തിയത്. ഒരു കാരണവശാലും ഇത് നമുക്ക് അനുവദിക്കാൻ കഴിയുന്നതല്ല. അതിശക്തമായ പ്രതികരണം ഇതിനെതിരായി നാട്ടിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതിൻ്റെ പ്രധാന പ്രവർത്തകരെല്ലാം ഇപ്പം RSSകാരാണ്. RSS എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പരിശീലനം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുകയാണ്. അവൻ്റെ മാനസികാവസ്ഥ അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. പോലീസ് അന്വേഷിക്കട്ടെ. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ, മുഖ്യപ്രതി വിഷ്ണു അടക്കം ഇപ്പോൾ എല്ലാ പ്രതികളും പിടിയിലായിരിക്കുകയാണ്. എന്തായിരുന്നു ഈ കൊലപാതകത്തിന്റെ മോട്ടീവ്? സുജയ, ഈ പ്രതികളെ എല്ലാവരെയും റാന്നി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ റാന്നി DVSP ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആദ്യം ഈ കേസിൽ 3 പ്രതികളാണ് പിടിയിലായത്. അതിനുശേഷം 5 പേർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഈ 5 പ്രതികളെയും നൂറിനാട്ട് നിന്നും പോലീസ് പിടികൂടി. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ നിന്നും കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെടുത്തിട്ടുണ്ട്. ഈ പ്രതികളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇന്നലെ രാത്രി 8:45-നും 10:00-നും ഇടയിലാണ് ഈ സംഭവങ്ങൾ നടന്നത്. ആദ്യം അവിടെ തർക്കങ്ങൾ നടക്കുകയും പിന്നീട് സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ജിതിൻ ആ ഭാഗത്തേക്ക് മറ്റൊരാൾ വിളിച്ചത് പ്രകാരം എത്തുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്നിരുന്ന വിഷ്ണു കാറിൽ നിന്നും കത്തിയെടുത്ത് ജിതിന്റെ വയറ്റിലും ഒപ്പം തന്നെ കാലിലും കുത്തുകയായിരുന്നു. മാരകമായി പരിക്കേറ്റ ജിതിനെ ആദ്യം പെരുന്നാട് സർക്കാർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. അതിനുശേഷം ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായതിനെ തുടർന്ന് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പോലീസ് FIR-ൽ ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ഒരു സൂചനയും ഇല്ല. ഏതായാലും ഇക്കാര്യത്തിൽ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ തുടരുകയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.